ഹായ് ഓൾ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻറ്റഗ്രൽ 0 to 1 1/1 plus x square dx. 1/1 plus x square dx. ഇത് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഇൻറ്റഗ്രലാണ്. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത്. ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് നിങ്ങൾക്കൊക്കെ അറിയാം. അതായത് ഒരു ഇൻറ്റഗ്രലിന് കൃത്യമായ ഒരു വാല്യൂ നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുമെങ്കിൽ നമ്മൾ അതിനെയാണ് പറയുന്നത് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇൻറ്റഗ്രൽ 0 to 1 1/1 plus x square dx. എന്താണ് ഇൻറ്റഗ്രൽ 1/1 plus x square dx? എല്ലാവർക്കും അറിയാം, ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് അല്ലേ? ടാൻ ഇൻവേഴ്സ് എക്സ്. ഇനി എന്ത് ചെയ്യണം? എക്സിൻ്റെ പൊസിഷനിൽ ഏത് വാല്യൂ കൊടുക്കുക? 0 and 1. എങ്ങനെ കൊടുക്കാം? ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് 0 എന്ന് കൊടുക്കുക. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ് ആണല്ലോ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി. പക്ഷേ ഒരിക്കലും ഈ 45 ഡിഗ്രിന്ന് നേരിട്ട് എഴുതാൻ പാടില്ല. അതിനെ എന്തിലേക്ക് എക്സ്പ്രസ് ചെയ്യണം? റേഡിയനിൽ. റേഡിയനിൽ എക്സ്പ്രസ് ചെയ്താൽ നമുക്ക് π/4 എന്ന് കിട്ടും. ടാൻ ഇൻവേഴ്സ് 0 എല്ലാവർക്കും അറിയാം, 0 ആണ്. സോ നമ്മളുടെ ആൻസർ π/4. നമ്മളുടെ ആൻസർ വരുന്നത് π/4. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാർക്ക് കളയരുത്. 2 സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. π/4 എന്ന് കിട്ടി. ക്ലിയർ ആണ്? ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ് എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇൻറ്റഗ്രൽ e raised to tan x into 6 square x dx. Integral e raised to tan x into 6 square x dx. Integral e raised to tan x into 6 square x dx. ഇത് ചെയ്യുന്നത് കുറച്ചുകൂടെ സിമ്പിളായൊരു മെത്തേഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ചെയ്യാം. ഇവിടെ മറ്റും വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത്. ഏതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? എല്ലാവർക്കും അറിയാം, ടാൻ എക്സിന്. കാരണം 6 square എക്സിന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് കാര്യമായ പ്രയോജനങ്ങളില്ല. അപ്പം ഞാൻ ആദ്യം u = ടാൻ എക്സ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ du/dx എന്ന് പറഞ്ഞാൽ 6 square x എന്ന് കിട്ടും. അപ്പോൾ du എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 6 square x into dx എന്ന് കിട്ടും. കിട്ടിയല്ലോ. 6 square x into dx ഇവിടെ ഉണ്ട്. ഇനി എന്ത് ചെയ്യാം? ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇവിടേക്ക് കൊടുത്താൽ ഇൻറ്റഗ്രൽ e raised to tan xന് u എന്ന് കൊടുക്കുക. അതുപോലെ 6 square x dx ആണെങ്കിൽ du. ദാറ്റ് ഈസ് ഈക്വൽ ടു e raised to u പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് ആണല്ലോ. യുടെ വാല്യൂ എന്തായിരുന്നു? ടാൻ എക്സ് അല്ലേ? സോ e raised to tan x plus c. e raised to tan x plus c എന്ന് ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ഓക്കെ ആണ്? കാര്യങ്ങൾ മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരം ഒരു ക്വസ്റ്റ്യൻ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഉണ്ടാവും. അങ്ങനെ വന്നാൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പഠിക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണ് എന്ന് തന്നെ കരുതുകയാണ്.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻറ്റഗ്രൽ 1 to 2x plus 1 divided by x square plus x plus 1 dx. 2x plus 1 divided by x square plus x plus 1 dx. എങ്ങനെയാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ സോൾവ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത്തരം ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഏത് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം എന്നതാണ് നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ പറ്റുള്ളൂ. ഏതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ആദ്യം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. യു ഈക്വൽ ടു ഈ പറയുന്ന ഡിനോമിനേറ്ററിലെ ലാർജ് ടേം ആയതുകൊണ്ട് അതിനൊന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്നതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് എടുക്കാം. ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 2x പ്ലസ് 1 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഡി യു എന്താ വരിക? ഡി യു 2x പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് അല്ലേ? 2x പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടി. നമ്മുടെ ഫംഗ്ഷനിലും 2x പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് ഉണ്ട്. അപ്പം നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ വാലിഡാണ്. സോ ഇൻറ്റഗ്രൽ 1 to 2 du ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 വെച്ചാൽ ഡി യു ബൈ യു അല്ലേ? ഡി യു ബൈ യു നമുക്കെല്ലാവർക്കും അറിയാം ലോഗ് യു ആണ്. വിത്തിൻ ദ ലിമിറ്റ് 1 to 2 1 to 2 എന്ന് നമുക്ക് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം? യുവിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. യു എന്തായിരുന്നു? ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് കൊടുത്തു. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക? 1 to 2 കൊടുക്കുക അല്ലേ? ആദ്യം 1 കൊടുത്താൽ എന്ത് വരും നോക്കാം. ലോഗ് ഓഫ് 2 സ്ക്വയർ എത്രയാ? 4 പ്ലസ് എക്സിന് 2 പ്ലസ് 1 അല്ലേ? മൈനസ് ലോഗ് ഓഫ് എക്സിന് 1 സ്ക്വയർ 1 തന്നെ, വീണ്ടും ഒരു 1, വീണ്ടും ഒരു 1. സോ ലോഗ് ഓഫ് 4 പ്ലസ് 2 6 പ്ലസ് 1 7 മൈനസ് ലോഗ് ഓഫ് 1 പ്ലസ് 1 പ്ലസ് 1 3. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് 7/3. ലോഗ് ഓഫ് 7/3 എന്ന് കിട്ടി. ലോഗ് ഓഫ് 7/3 എന്ന് കിട്ടി. ലോഗ് ഓഫ് 7/3 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ലോഗ് ഓഫ് 7/3 എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് ഞാൻ ഒരു വട്ടം കൂടെ പറയാം. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ഉപയോഗിച്ചത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഞാൻ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ആണ്. അപ്പം യു ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഞാൻ എന്ത് ചെയ്തു? ഡെറിവേറ്റീവ് എടുത്തു. സോ ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു
2x+1 ദെൻ ഡി യു എന്ന് വെച്ചാൽ 2x+1 ഇൻറ്റു ഡി എക്സ് കൊടുത്തു. ഇനി 2x+1 ഡി എക്സ് ന്യൂമറേറ്ററിലുണ്ട്, അതുകൊണ്ട് അവിടെ ഞാൻ ഡി യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കൊടുത്ത x² + x+1 യു കൊടുത്തു. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഡി യു ബൈ യു നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ലോഗ് യു ആണ് അല്ലേ. ഇൻ്റഗ്രൽ ഡി യു ബൈ യു എന്ന് പറഞ്ഞാൽ അത് ലോഗ് യു ആണ് എന്ന് നമുക്കറിയാം, നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഡി എക്സ് ബൈ എക്സ് ലോഗ് എക്സ് എന്ന് പറയുന്ന ഫോമിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ലോഗ് യു കൊടുത്തു. അതിനുശേഷം ഈ യുവിന് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് x² + x+1 ആണ്, അത് ഞാനിവിടെ കൊടുത്തു. അതിനുശേഷം എക്സിന് 1ഉം 2ഉം വാല്യൂ കൊടുക്കണം. എക്സിന് 1ഉം 2ഉം വാല്യൂ കൊടുക്കുമ്പം നമ്മളുടെ ആൻസർ വരുന്നത് log of 7/3 എന്ന് പറയുന്ന ഫോമിലായിരിക്കും. log of 7/3 എന്ന് പറയുന്ന ഫോമിലായിരിക്കും കിട്ടുക. log of 7/3 എന്ന് പറയുന്ന ആ ഒരു ഫോമിലായിരിക്കും കിട്ടുക എന്നുകൂടി എന്ത് ചെയ്യുക, ഈ ഒരു അവസരത്തിൽ നമ്മൾ പഠിച്ച് വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് തന്നെ പഠിച്ചുറപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനിയുള്ള ഇൻ്റഗ്രേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇനി നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.